നമസ്കാരം. താരസംഘടനയായ അമ്മയിൽ നിന്നും തിരിച്ചുപോയവരെ തിരിച്ചെത്തിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും അത് സംഘടനയുടെ അടിയന്തര അജണ്ടയിൽ ഉള്ള കാര്യമല്ല എന്ന് അമ്മ അധ്യക്ഷ ശ്വേത മേനോൻ. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത സംഘടനയുടെ ഭാഗമായിരുന്നു, രാജിവെച്ചു പോയതാണ്. തിരിച്ചു വന്നാൽ സന്തോഷം, എന്നാൽ ചട്ടങ്ങളും നിയമങ്ങളും പ്രകാരം മാത്രമേ രാജിവെച്ചു പോയവരെ തിരിച്ചെത്തിക്കാൻ കഴിയൂ എന്നും ശ്വേത മേനോൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. താരസംഘടനയിൽ പരിഹരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പോയിന്റിൽ തന്നെ തട്ടി നിൽക്കേണ്ടതല്ല. അവർ സംഘടനയുടെ ഭാഗമായിരുന്നു, രാജിവെച്ച് പോയതാണ്. തിരിച്ചു വന്നാൽ സന്തോഷം. അടിയന്തര അജണ്ടയായി വിഷയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. താൻ തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നിയമങ്ങളല്ല, രാജിവെച്ച് പോയവർക്ക് തിരിച്ചു വരാൻ അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് എന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. അമ്മയിൽ നിന്ന് പുറത്തുപോയവർ തിരിച്ചു വരണം. അംഗങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും അതുതന്നെയാണ്. എന്തിനാണ് അവർ പിണങ്ങിപ്പോയത് എന്ന ചോദ്യം എല്ലാവർക്കുമുണ്ട്. അവരെല്ലാവരും തിരിച്ചു വരണമെന്നാണ് തൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ചിലപ്പോൾ ഒരു മീറ്റിങ്ങിൽ തീരുമാനിക്കാൻ കഴിഞ്ഞേക്കില്ല, 10 or 100 മീറ്റിങ്ങുകൾ നടത്തേണ്ടി വരും. എൻ്റെ വ്യക്തിപരമായ ദൗത്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ജനറൽ ബോഡിയും പിന്തുണയ്ക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ താൻ അതിന് മുൻകൈ എടുക്കുമെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കി. ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. സമയം വേണം, എല്ലാം മെല്ലെ മെല്ലെ ശരിയാകും. ബൈലോ പ്രകാരം തീരുമാനങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം ജനറൽ ബോഡിയുടെ അനുവാദത്തോടെയാണ് നടപ്പാക്കുക. തൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ തൻ്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റില്ല. കൂട്ടായാണ് തീരുമാനമെടുക്കുകയെന്നും സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കൂ എന്നും ശ്വേത പറയുന്നു. ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്നത് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. എല്ലാ കാര്യങ്ങളും ബൈലോ പ്രകാരമാകരുത്. സാമൂഹിക പ്രതിബദ്ധതയും വേണം. സിദ്ദിഖും ഇടവേള ബാബുവും ആരോപണം വന്നപ്പോൾ മാറി നിന്നു. കേസ് വന്നപ്പോൾ ബാബുരാജ് മാറി നിൽക്കാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ നീണ്ടുപോയത് എന്ന് കരുതി അവർ മോശമായ ആളുകളാണെന്ന് താൻ പറയില്ല. അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. അവർ അമ്മ അംഗങ്ങൾ തന്നെയാണെന്നും നടി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിലാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. ശ്വേത ഉൾപ്പെടെ 4 വനിതകളാണ് തെരഞ്ഞെടുപ്പിൽ അമ്മയുടെ നേതൃസ്ഥാനത്തിലേക്ക് ഇക്കുറി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെയും ജോയിന്റ് സെക്രട്ടറിയായി അൻസീബ ഹസനെയും വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയെയും തിരഞ്ഞെടുത്തു. ജയൻ ചേർത്തലയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച മറ്റൊരാൾ. നടൻ ദേവനെ തോൽപ്പിച്ചാണ് ശ്വേത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. രവീന്ദ്രനായിരുന്നു ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കുക്കുവിന്റെ എതിരാളി. എതിരില്ലാതെയായിരുന്നു അൻസിബയുടെ വിജയം. നാസർ ലത്തീഫിനെ തോൽപ്പിച്ചാണ് ജയൻ ചേർത്തലയുടെയും ലക്ഷ്മിപ്രിയയുടെയും വിജയം. തെരഞ്ഞെടുപ്പിൽ അനൂപ് ചന്ദ്രനെ തോൽപ്പിച്ച ഉണ്ണി ശിവപാൽ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു.